ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചു. സായി പല്ലവിയാണോ കിയാരയാണോ ഏറ്റവും അടിപൊളിയായിട്ട് അഭിനയിച്ചതെന്ന് കൺഫ്യൂഷനായി ഞങ്ങക്ക്. ഇന്ദു റെബേക്ക വർഗീസ്. കൺഗ്രാറ്റുലേഷൻസ് ക്യാപ്റ്റൻ മുകുന്ദ്. കൺമണിയുടെ പല്ല് ഈ സൈഡില് എനിക്ക് പറയണം സ്റ്റോറി. ചേച്ചിയുടെ ഇന്റർവ്യൂ ചേച്ചിയുടെ സമയം പോണോ? എന്റെ ഇന്റർവ്യൂ. ചിലവരിങ്ങനെ കമന്റ്സിൽ ഇങ്ങനെ ചോദിക്കും, എന്തിനാ കൊച്ചിനെ ഇത്ര കഷ്ടപ്പെടുത്തുന്നത്, എന്തിനാ അങ്ങനെയൊക്കെ ചില കമന്റ്സ് ഒക്കെ വരും. അങ്ങനെ പറയുവാണെങ്കിൽ അത് ആക്ച്വലി ട്രൂ അല്ല കേട്ടോ. അത് ആക്ച്വലി ട്രൂ അല്ല. എനിക്ക് റീൽസ് ആക്ടിങ് ചെയ്യാനും ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞോട്ടെ, അല്ല, ഞാൻ പറയുന്നത് എന്റെ ഇന്റർവ്യൂ. നമ്മൾ ഈ പ്രായമൊക്കെ ഉള്ളപ്പോഴത്തേക്ക് അമ്മമാരോട് ചോദിക്കും, അമ്മ എനിക്കൊരു സിസ്റ്റർ അല്ലെങ്കിൽ ബ്രദറിന് എന്നാ വരുന്നത്. ആൻസർ കൺമണിയുടെ ഇന്റർവ്യൂ അല്ലേ? അമ്മയുടെ അല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ അമ്മയല്ല ആൻസർ പറയുന്നത്. പറ. നമുക്കറിയില്ലല്ലോ ഇവളുടെ പല്ല് ഇങ്ങനെ ഇളകുന്നുണ്ടെന്ന് അറിയാം. അത് കറക്റ്റ് ഞാൻ ആ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഇങ്ങനെ പോരുമെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഒറ്റയടിക്ക് ഇങ്ങനെ ടച്ച് ചെയ്തപ്പോ എന്റെ കയ്യിലോട്ട് വീണു. അപ്പൊ തുടങ്ങി ഞാൻ എന്റെ പൊന്ന് കൺമണി വൈകുന്നേരം വരെ പല്ല്. കാരണം നമ്മള് പകുതി എടുത്തിട്ട് പകുതി പല്ലില്ലാണ്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അമ്മ ഗ്ലൂ വെച്ചത് ഒട്ടിക്കും. ചെയ്യില്ല. അമ്മ എപ്പോഴും സീരിയലൊക്കെ ചെയ്യണം, സിനിമയൊക്കെ ചെയ്യണം, എനിക്ക് അമ്മേനെ സ്ക്രീനിൽ കാണാൻ നല്ല ഇഷ്ടമാണെന്ന് പറയാറുണ്ടോ? പറയാറുണ്ട്. ആണോ? അമ്മ പറയാട്ടോ, എനിക്ക് എന്തെങ്കിലും ഒരു കോള് സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും ഒക്കെ സത്യത്തിൽ ഒരു ബ്രേക്ക് എടുത്തത് ഈ മോൾ എന്നുള്ള ഒരു കാരണം കൊണ്ടാണോ? എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടാത്ത ഒരു അംഗീകാരം എനിക്ക് ആ കൂടത്തായി എന്ന് പറയുന്ന ആ ഒരു സീരിയല് ചെയ്തപ്പോ കിട്ടി. ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല, എനിക്ക് എല്ലാവരും അറിയാം. I don't know about you. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു അമ്മയും മകളുമാണ് ഇന്ന് എൻ്റെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജൂനിയർ ഇന്ദു റെബേക്കയായിട്ട് നമ്മളെയൊക്കെ ഞെട്ടിച്ച നമ്മുടെ സ്വന്തം കിയാരക്കുട്ടിയും മുക്തശേഷിയാണുള്ളത്. വെൽക്കം ടു ദ ഷോ. എടാ എന്താടാ, ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചു. സായി പല്ലവിയാണോ കിയാരയാണോ ഏറ്റവും അടിപൊളിയായിട്ട് അഭിനയിച്ചതെന്ന് കൺഫ്യൂഷനായി ഞങ്ങക്ക്. ശരി, ഇന്ന് കൺമണി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് എന്താണെന്നറിയോ? ഇല്ല, ഈ മുടിയാണ്. ഇതിന്റെ രഹസ്യം എന്താ? ഇതിന്റെ രഹസ്യം എല്ലാരും അമ്മയുടെ ചോദിച്ചു. അമ്മയുടെ സീക്രട്ട് ആണ് ഫുള്ള്. അമ്മയുടെ ഓയിൽ ആണ് എന്റെ മുടി ഇത്ര വളർത്തുന്നത്. അമ്മയുടെ ഓയിലിന്റെ റെസിപ്പി പോലും എന്നോട് പറയാറ്. സീരിയസ്ലി? ഇതുവരെ പറഞ്ഞിട്ടില്ലേ? ചോദിച്ചിട്ടുണ്ടോ അമ്മേനോട്? ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് പറഞ്ഞിട്ടില്ല. അപ്പൊ അമ്മ എന്നാ പറയാ? നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് എപ്പിസോഡ് ഇത് കാണണം എന്നുള്ളത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് എപ്പിസോഡ് കാണണം. മകളൊരു ഭയങ്കര ഓൾറൗണ്ടർ ആണ്. അതിനകത്ത് അമ്മയുടെ പങ്ക് ഭയങ്കര വലുതാണെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അമ്മ അമ്മയെക്കാൾ കൂടുതൽ സമയം ഇപ്പോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മകളിലേക്കാണ്. സത്യം, ഞാൻ എന്നെ ചില സമയത്തൊക്കെ ഞാൻ മറക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവും. അത് കാരണം ഞാനിപ്പോ കുറെ മോട്ടിവേഷണൽ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ടും കുറച്ച് സമയം സ്പെൻഡ്. അതെനിക്കറിയില്ല, ചില സമയത്ത് അങ്ങനെ ആയി പോകും കേട്ടോ. അതെല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എങ്ങനെ മകള് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ ഭയങ്കര പ്രൗഡ് ഫീലിലുള്ള അമ്മയാണല്ലേ ഇപ്പൊ? ഇപ്പോഴല്ല, എനിക്ക് അവളെ കൈ കിട്ടിയപ്പോ തുടങ്ങി ഇങ്ങനെ ഈ മറ്റേ ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ അമ്മമാര് തള്ളക്കോഴി കൊണ്ട് നടക്കില്ലേ, അതുപോലെ എനിക്കിഷ്ടമാണ്. ചില അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് വീണ. ഇപ്പൊ എന്റെ സിസ്റ്റർ എന്നെ നേരെ ഓപ്പോസിറ്റ് ആണ്. കൊച്ചു വളർന്നോളും പഠിച്ചോളും അങ്ങനെയുള്ള അമ്മമാരുണ്ട്. എനിക്കെന്തോ ഞാൻ എപ്പോഴും ഒരു സപ്പോർട്ട് അവൾക്ക് കൊടുക്കാറുണ്ട് എല്ലാ കാര്യത്തിനും. ഈവൻ ഡ്രസ്സ് തൊട്ടിട്ട് ഇത് വള തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് കറക്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കാൻ. അത് ഒരു ഏജ് വരെയാണ് കേട്ടോ നമുക്ക് പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ നമ്മുടെ അടുത്ത് ഇപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അവർക്കുണ്ടല്ലോ ഇഷ്ടങ്ങൾ. അപ്പൊ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം ഇങ്ങോട്ടേക്ക് റെസ്പോൺസ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല, പാവം കൊച്ചാണ്. വീട്ടിലെ വിശേഷങ്ങളൊക്കെ എല്ലാരും കാണുമ്പോൾ ചോദിക്കാറുണ്ടോ? ഉണ്ട്. എന്തൊക്കെയാ ചോദിക്കാറുള്ളേ? എന്റെ സ്കൂളിലത്തെ എല്ലാരും പറഞ്ഞു ഇന്ദു റെബേക്ക വർഗീസ് 25 മില്യൺ അടിച്ചോണ്ട് എല്ലാരും നല്ലതെന്ന് പറഞ്ഞായിരുന്നു. ആടാ, അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത് ആരും ഇങ്ങനെ മുടിയൊക്കെ അങ്ങനെയൊക്കെ കേളൊക്കെ ചെയ്തിട്ടൊക്കെ തന്നെ? That is also അമ്മ. Oh my God.
അല്ല ചേച്ചി, അത് എത്ര ദിവസത്തെ എഫേർട്ട് ആയിരുന്നു സത്യത്തിൽ? ഞങ്ങൾ ആക്ച്വലി അവളെ കൺമണി ഒരു പാട്ട് സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ചു, കവിത പഠിപ്പിച്ചപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവള് കുഴപ്പമില്ലാണ്ട് പാടുന്നുണ്ട്, ടീച്ചേഴ്സും പറഞ്ഞു നന്നായി പാടുന്നുണ്ട്. അപ്പം ഞങ്ങൾ അത് പോയി ഒന്ന് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് ഭംഗി തോന്നി. അപ്പം ഞങ്ങളത് വിഷ്വലി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പം ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നത് അബിയാണ് എല്ലാം. കൺമണിക്കുട്ടി ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പം അബിയുടെ അടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അബി ഒറ്റ ദിവസമേ ഉള്ളൂ ഫ്രീ ആയിട്ട്. അപ്പം ഞാൻ രാവിലെ തൊട്ട് ഉച്ച വരെ ഞങ്ങളൊരു കറ്റി വെയിൽ പാടത്ത് പോയിട്ട് ഞങ്ങൾ ആ കവിത ഉച്ച വരെ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് വന്ന് ജസ്റ്റ് ആ ഹെയർ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത്. ആ ഇന്ദു റെബേക്കയുടെ കുറേ കോസ്റ്റ്യൂം ചേഞ്ചസ് ഉണ്ട് ആ റീലിൽ, കുറേ ചേഞ്ചസ് ഉണ്ട്. അപ്പം ഇത് മുടി കേൾ ചെയ്ത് തന്നെ കറക്റ്റ് 1 hour എടുത്തു കേൾ ചെയ്ത് ഇത്രയും ചെയ്ത്. ഞങ്ങളത് ഷൂട്ട് ചെയ്ത ഉച്ചയ്ക്ക് തുടങ്ങി എനിക്ക് തോന്നുന്നു ഒരു 7 മണി വരെ കണ്ടിന്യൂസ് ചേഞ്ച് എല്ലാം എടുക്കണം. കറക്റ്റ് അതേ ഷോർട്സ് പോലെ വരണം. അന്ന് കുറച്ച് പാടുപെട്ടു. എങ്ങനെ ചേച്ചി 7 വയസ്സുള്ള കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പറ്റുന്നത്? അങ്ങനെയൊന്നും ഒരു വാക്ക് പോലും അല്ല. ഇതിന്റെ പുറകിൽ നമ്മളും കുറെ എഫേർട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കമ്പനിയോട് ചോദിക്കാം, ഇപ്പം ചില റീൽസ് ഒക്കെ കാണുമ്പോൾ ചില ഡയലോഗ്സ് നമ്മൾ നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കാറുണ്ട് കൺമണിയോട് അത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇന്ദു റെബേക്ക ചെയ്യിപ്പിച്ചപ്പോഴും ഞാൻ കൺമണിയോട് ചോദിച്ചു അത് ചെയ്യാൻ പറ്റുമോ. ഓരോന്ന് നമ്മൾ ചെയ്യിപ്പിച്ചു നോക്കും. ഇപ്പം വീണ പറഞ്ഞല്ലോ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന എന്തിനാന്ന്. അപ്പം ചെയ്യിപ്പിക്കുന്ന എന്തിനാന്നല്ല, എന്തൊരു ഭംഗിയാണ് അത് കാണാനായിട്ട്. പക്ഷെ എങ്ങനെ ചിലവരിങ്ങനെ കമന്റ്സിൽ ഇങ്ങനെ ചോദിക്കും എന്തിനാ കൊച്ചിനെ ഇത്ര കഷ്ടപ്പെടുത്തുന്നത്, എന്തിനാ, അങ്ങനെയൊക്കെ ചില കമന്റ്സ് ഒക്കെ വരും. അങ്ങനെ പറയുവാണെങ്കിൽ അത് ആക്ച്വലി ട്രൂ അല്ല കേട്ടോ. അത് ആക്ച്വലി ട്രൂ അല്ല. എനിക്ക് റീൽസ് ആക്ടിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഇത് നമ്മുടെ മഞ്ജു ചേച്ചിയുടെ സോങ് വന്നില്ലേ മനസ്സിലായോ, അത് ചെയ്തപ്പോ എന്റെ പുറകെ നടക്കായിരുന്നു, എനിക്ക് അത് ചെയ്യണം അമ്മ ചെയ്യണം. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ വിനോട് നേരത്തെ പറഞ്ഞു, എനിക്ക് കുറച്ച് പെർഫെക്ഷൻ ഇഷ്ടമുള്ള ഒരാളാണ്, ആഗ്രഹിക്കുന്നത്. നമ്മളൊരു സാധനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഞാൻ അന്ന് ഇന്ദു റെബേക്ക ഫസ്റ്റ് ടേക്കർ ആയിരുന്നു. ആണോ? നമ്മളത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നമുക്കറിയാലോ എങ്ങനെ ചെയ്യിപ്പിക്കണം. പക്ഷെ അവള് ഒട്ടും ചെയ്യാൻ പറ്റില്ലാത്തൊരു കുട്ടിയാണ്. നമ്മൾ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കത് സ്ക്രീനിൽ അറിയാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കൺമണിക്ക് അതിനുള്ള, എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം, അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത വെച്ചാണെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ എഫേർട്ട് ഇട്ടിട്ട് ഒരു കാര്യമില്ല. ഇത് കുറച്ച് അവൾക്ക് അത് നമുക്കൊരു ഷോട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൾ അത് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കറിയാം അവൾക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യിപ്പിക്കുകയുള്ളൂ. ഇത് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. അത് കുഞ്ഞു ക്യൂട്ട് റിയാക്ഷൻസ് അല്ലേ. ഞങ്ങൾ അന്ന് പാലത്തിൽ പോയാൽ ഷൂട്ട് ചെയ്തത്. കുറ്റിപ്പുറം പാലല്ല, വേറെ പാലത്തിലാണ് പോയി ഷൂട്ട് ചെയ്തത്. എന്നിട്ട് അവിടെ ഇരിക്കണമായിരുന്നു. അവിടെ വെള്ളം ഭയങ്കര ഫോഴ്സ് ആയിരുന്നു. അപ്പോൾ ഇവിടെയാണ് ബ്രിഡ്ജ്, ഇവിടെയാണ് വെള്ളം. എന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു അമ്മയും പപ്പയും അവിയങ്ങളും. ഇരിക്കി പക്ഷെ കാലിൽ വെള്ളം വരും. അപ്പം എനിക്ക് പേടിയാണ്. അപ്പം അതൊക്കെ എനിക്ക് മുകളിലോട്ടും നോക്കാൻ പറ്റുന്നില്ല, താഴോട്ടും നോക്കാൻ പറ്റില്ല. താഴെ ഭയങ്കര വെള്ളമാണ് ഫോഴ്സിൽ. എന്നിട്ട് അമ്മ ആ രക്ഷിക്കേ. ഇത് എപ്പോഴാണ് ചെയ്ത്? കൺമണി ഒരു കവിത ചൊല്ലിന്ന് ഞാൻ കണ്ടിരുന്നു. അത് എനിക്ക് കുറ്റിപ്പുറം അവിടെ പോയിട്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ അവിടെ പോയപ്പം ഒരു പാലത്തിന്റെ അടിയിൽ ഒരു ഇച്ചിരി ഫോഴ്സ് കൂടുതലുണ്ട്. അവിടെ എവിടെയോ തുറന്നു വിട്ടപ്പോ ഒരു ഇച്ചിരി വെള്ളം വന്നു. പക്ഷെ നമുക്ക് മനസ്സിൽ ഇന്ന കുറച്ച് ഷോർട്സ് ഉണ്ടല്ലോ, ആ ഷോർട്സ് എടുത്ത് തീർക്കണം. അബിക്ക് പോണം വൈകുന്നേരം, എനിക്ക് ആ സാധനം കറക്റ്റ് സമയത്ത് എഡിറ്റ് ചെയ്ത് കിട്ടണം. തിരിച്ചു വന്നിട്ട് വേണം ഇന്ദു റെബേക്കയുടെ ചെയ്യാനായിട്ട്. ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ കിടക്കുമല്ലേ. അപ്പൊ ഞാനല്ലേ ചെയ്തത്? കൺമണിക്കുട്ടിയല്ലേ ചെയ്ത്. ഇത് രസം എന്താന്ന് വെച്ചാ കൺമണിയുടെ പല്ല് ഈ സൈഡില്. എനിക്ക് പറയണം സ്റ്റോറി. ചേച്ചിയുടെ ഇന്റർവ്യൂ, ചേച്ചിയുടെ സമയം പോണോ? പല്ലിന്റെ സ്റ്റോറി എന്താ? എന്റെ പല്ല് ഓൾറെഡി ഇന്നലെ രാത്രി ഇളകണ്. അപ്പൊ ഞാൻ ടച്ച് അന്ന് അപ്പൊ ടച്ച് ചെയ്യുമ്പോ നല്ല കാരണം തരും എനിക്ക്. എന്ന് വെച്ചാ അമ്മ എന്നിട്ട് എല്ലാ സമയം ചെയ്യുമ്പോ ഞാൻ എൻ്റെ പല്ല് വെച്ച് എനിക്ക് സുഖമില്ല. അപ്പൊ ഞാൻ എല്ലാ സമയം ഇങ്ങനെ ചെയ്യും. അപ്പൊ മോളെ അങ്ങനെ ചെയ്യല്ലേലും പല്ലില്ലാണ്ടായ പിന്നെ ഭയങ്കര ചീത്തയായിരിക്കും എന്ന് പറഞ്ഞ് ലാസ്റ്റില് എല്ലാവരും കഴിഞ്ഞു. എനിക്ക് ഇത് ഊരണം. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ
ഞാൻ ഒന്ന് ടച്ച് ചെയ്തു, എന്നിട്ട് എൻ്റെ പെട്ടെന്ന് പോരാ എനിക്ക് അറിയില്ലല്ലോ, അപ്പം ഞാൻ ഇങ്ങനെ ടച്ച് ചെയ്തപ്പോൾ തന്നെ താഴോട്ട് വീണു. ഇത് കഴിഞ്ഞപ്പോഴാണോ, ഷൂട്ട് കഴിഞ്ഞപ്പോഴാണോ? വീണേ, അതൊന്നും പറയണ്ട. നമുക്കറിയില്ലല്ലോ ഇവളുടെ പല്ല് ഇങ്ങനെ ഇളകുന്നുണ്ടെന്ന് അറിയാം. അത് കറക്റ്റ് ഞാൻ ആ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഇങ്ങനെ പോരുമെന്ന് എനിക്കറിയില്ലല്ലോ. ഒറ്റയടിക്ക് ഇങ്ങനെ ടച്ച് ചെയ്തപ്പോൾ എൻ്റെ കയ്യിലോട്ട് വീണു. നമ്മള് രാവിലെ പാടത്ത് ചെന്നപ്പോ തൊട്ട കൺമണി എന്നോട് പറയാണ്, അമ്മ പല്ലിപ്പ പോരും, പല്ലിപ്പ പോരും. അപ്പൊ തുടങ്ങി ഞാൻ എന്റെ പൊന്ന് കൺമണി വൈകുന്നേരം വരെ പല്ല്. അപ്പൊ ഞാൻ അമ്മ ഗ്ലൂ വെച്ച ഇങ്ങനെ ഒട്ടിക്കൂന്ന്. അല്ല, നമുക്ക് അങ്ങനെയാണല്ലോ, പല്ല് ഇളകുമ്പോ നമ്മുടെ നാക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കാൻ. പാവം കൊച്ചിട്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല. അവൾ ആ സമയം വരെ അഭി പാക്കപ്പ് പറയുന്നത് വരെ നോക്കി ഇങ്ങനെ തൊട്ട സാധനം താഴോട്ട് പോരും. അത് പാക്കപ്പ് പറഞ്ഞതും കണ്ടു, കൺമണി ആ റൂമിൽ പോകുന്നതും കണ്ടു, പല്ലെടുത്ത് കൈ കൊണ്ടിരുന്നതും കണ്ടു. ഞാൻ ഇനി വീണ്ടും പോയ റീൽ ഒന്നുകൂടെ കാണുന്നുണ്ട്, ആ പല്ല് എങ്ങനെ ഇരിക്കണേന്ന്. അത് പപ്പയാണ് ഇങ്ങനെ ഒരു ഷോട്ടിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനകത്ത് ഇങ്ങനെ ചിരിക്കുമ്പോ ആ പല്ല് ഇങ്ങനെ ഒന്ന് ഇളകുന്നത് ശരിക്കും നമുക്കറിയാവുന്നോണ്ട് അറിയാം. പക്ഷെ ആ പല്ലിനെ ഞാൻ പിടിച്ചു നിർത്താൻ എന്താ പറയാ, കൺമണി ഞാൻ അത് ചെയ്തു തരാം, ഞാൻ ഇത് ചെയ്തു തരാം. നമുക്ക് അവളുടെ ഞങ്ങളുടെ ഒരു അങ്കിൾ ലൂബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവിടെ പോയി ആ മരം കുലുക്കിയിട്ട് ലൂബിക്ക് മൊത്തം പിറക്കി എടുക്കണം എന്നായിരുന്നു ആളുടെ ആഗ്രഹം. ഞാൻ പറഞ്ഞു ഒന്ന് ഞാൻ ഫിനിഷ് ചെയ്തോട്ടെ, കാരണം നമ്മൾ പകുതി എടുത്തിട്ട് പകുതി പല്ലില്ലാണ്ട് ചെയ്യാൻ പറ്റുമോ? പിന്നെ അല്ലെങ്കിൽ അമ്മ ഗ്ലൂ വെച്ചത് ഒട്ടിക്കും. അങ്ങനെ പറഞ്ഞോ? ചെയ്യില്ല. അങ്ങനെയൊക്കെ അമ്മ ഭീഷണിപ്പെടുത്തിയായിരുന്നോ? ഇല്ല, അമ്മ പറയും ലൂബിക്ക് പറിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്തോ. ആണോ? അല്ല അമ്മ എനിക്കിത് മതിയേ, അപ്പോൾ എനിക്കിത് ഇങ്ങനെ പല്ല് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെ പല്ല് അങ്ങനെ വേണം, പല്ല് പോയിട്ട് പിന്നെ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ നാക്കിങ്ങനെ ഇളകിയോണ്ട് ഇതിനെക്കാട്ടും ബെറ്റർ അല്ലേ പല്ല് പോണത്. പക്ഷെ അമ്മ അത് സമ്മതിക്കുന്നില്ല. കൺമണിയുടെ സിനിമയൊക്കെ കണ്ടിട്ട് കൺമണിയുടെ ഫ്രണ്ട്സ് ഒക്കെ എന്താ വന്ന് പറയാറുള്ളേ? ഒരു ദിവസം എൻ്റെ ഇന്ദു റബേക്ക വർഗീസ് അത് കഴിഞ്ഞു, സിനിമയുടെ കാര്യം ചോദിക്കണേ. അന്നത്തെ ക്ലാസ്സില് എല്ലാവരും കളിച്ചപ്പോ എല്ലാവരും ഇങ്ങനെ ബണ്ടിൽ പോലെ എന്താണ് ചെയ്യുന്നത് എന്താ ചെയ്യണതെന്ന് വെച്ചാൽ, അപ്പം എനിക്ക് നാണം വരുമോ. ഞാൻ വാഷ്റൂമിലോട്ട് പോയി, എന്നിട്ട് വന്നപ്പോൾ എല്ലാവരും എൻ്റെ മുഖത്തോട്ടല്ല എൻ്റെ ഹെയറിലാണ് നോക്കുന്നത്. ഹെയർ എങ്ങനെ ഇത്ര കേളിയായിട്ട് ചെയ്തിരുന്നു. കാണിച്ചു കൊടുത്തു, അത് കാണിച്ചു കൊടുത്തു എല്ലാ കുട്ടികളെയും. അപ്പൊ ആൾക്കത് സന്തോഷായി. പക്ഷെ ആളുടെ ഞാൻ ചെയ്തത് പറഞ്ഞില്ല. ഹെയർ ഇങ്ങനെ പിള്ളേർക്ക് അതാണല്ലോ, ഇങ്ങനെ കിയാരയുടെ ഹെയർ ഇങ്ങനെ കേളായി എന്നാണ്. എന്നിട്ട് എൻ്റെ സ്കൂളിൽ എൻ്റെ ഹെയർ എപ്പോഴും കേളായിരുന്നു. അപ്പോൾ എൻ്റെ പുറകിലൊരു കുട്ടിയുണ്ട്. അപ്പോൾ കുട്ടി ഇങ്ങനെ ഹൗ ഇസ് യുവർ ഹെയർ ദിസ് മച്ച് കേളി. ഈ കൺമണി എന്നുള്ള പേരാണോ കിയാര എന്നാണോ സ്കൂളിൽ എല്ലാവരും വിളിക്കുക? എനിക്ക് എൻ്റെ പെറ്റ് നെയിം സ്കൂളിൽ വിളിക്കുന്നത് ഇഷ്ടമില്ല, കിയാരാന്ന് വിളിക്കാം. അപ്പോൾ ആ ബോയ് ഇങ്ങനെ ഷുഡ് ഐ ടെൽ എവറിബഡി യുവർ നിക്നെയിം? അപ്പോൾ ഞാൻ ഇഫ് യു ഡു ദാറ്റ് യു വിൽ ഗെറ്റ് നൈസ്ലി ഫ്രം മീ. ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പ്രൈസ് ചെയ്തത്. ഇഫ് യു ഡു ദാറ്റ് യു വിൽ ഗെറ്റ് നൈസ്ലി. അപ്പോഴോ എന്റെ മറ്റേ ഗേളിന് അറിയാവോ? ആൻ എന്നാണ് പേര്. ഗേൾസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ബോയ്സ് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമില്ല. ആണ് അല്ലേ? പക്ഷെ ഈ കൺമണിയുടെ ഇന്റർവ്യൂസും സാധനങ്ങളും എല്ലാം ടി വിയിലും എല്ലായിടത്തും വരുമ്പോഴത്തേക്കും എല്ലാവരും അറിയൂലേ ഇങ്ങനെയാണ് നിക് നെയിംന്ന്? അതെ, പക്ഷെ ആരും വിളിക്കണ്ട അല്ലേ? സ്കൂളിൽ നമ്മളെ കിയാരാന്ന് വിളിക്കണം അല്ലേ? കൺമണിയുടെ ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ ഏതാ? എനിക്ക് എല്ലാ ടീച്ചേഴ്സിനെയും ഇഷ്ടം. ആണോ? ഇപ്പൊ ഞാനൊരു ടീച്ചറിനെ പറഞ്ഞവർക്ക് അപ്പൊ ബാക്കി എല്ലാവരും ഈ ഇന്റർവ്യൂ കാണുമ്പോ അപ്പൊ അവർക്ക് വിഷമമില്ലേ? കറക്റ്റ് ആണ്. എനിക്ക് പോലും ഇങ്ങനെ ആൻസർ പറയാൻ പറ്റൂല കേട്ടോ. ആള് ഭയങ്കര അങ്ങനത്തെ കാര്യത്തിൽ അങ്ങനെ വിഷമിപ്പിക്കൊന്നും ഇല്ല കേട്ടോ. എല്ലാവരെയും ഇഷ്ടമാണെന്ന് ഇപ്പോഴും അങ്ങനെ. ശരിയാ. പക്ഷെ ഇതൊക്കെ ചേച്ചിയുടെ ട്രെയിനിങ് ആണല്ലോ. പപ്പേനെയാണ് ഇഷ്ടം. അല്ല, രണ്ടുപേരും ഇഷ്ടമല്ല, ഈശോപ്പേനെ ഇഷ്ടം. ഓ മൈ ഗോഡ്, രണ്ടുപേരെ ഇഷ്ടമാണ്, ഈശോപ്പേനെ ഇഷ്ടമാണ്, അങ്ങനെയല്ലേ? അങ്ങനെയല്ല, ഞങ്ങൾ ഇപ്പൊ ഒരു സാധനം പുതിയത് പഠിച്ചേക്കുന്ന ഒരു കാര്യമാണ്. 10 കൽപ്പനകള് ഉണ്ട്, 12 കൽപ്പനകളുണ്ട്. എന്താ കൽപ്പനകൾ പറ? നിന്റെ കർത്താവേ ഞാനാവുന്ന ഞാനല്ലാണ്ട് നിനക്ക് മറ്റൊരു ദൈവം ഉണ്ടാവരുത്.
ദൈവത്തിൻ്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, ഒട്ടും ഇഷ്ടമില്ല. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കളെ മോഹിക്കരുത്, എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം, തൻ്റെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അത് 11th റൂളാണ് പറയുന്നത്. എല്ലാത്തിനും അമ്മേനെയും പപ്പേനെയും ഇഷ്ടമുള്ള സാധനത്തെക്കാട്ടും ഏറ്റവും കൂടുതൽ ഇഷ്ടമാവേണ്ടത് ഈശോനെയാണ്. കറക്റ്റ് ആണ്. പക്ഷെ നമുക്ക് അമ്മേനെയും പപ്പേനെയും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? പക്ഷെ ഫസ്റ്റ് ജീസസിനെ. അതെ, കറക്റ്റ്. ഇല്ല, ഈ ചേച്ചി ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ, മോളുടെ കാര്യങ്ങൾ നോക്കി മോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിനിറ്റ് മാറുന്ന പോലും ടെൻഷൻ അടിക്കുന്ന ചേച്ചിക്ക് എങ്ങനെയാ അപ്പൊ ഈ സീരിയലിനൊക്കെ പോകുമ്പോഴത്തേക്കും ഈ മോളുടെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നത് ബാലൻസ് ചെയ്യുന്നത്? ഞാൻ അവിടെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മള് ഫുൾ ടൈം കൺമണിയുടെ കാര്യമാണ്. അപ്പം ഞാൻ ട്യൂഷൻ ആണെങ്കിലും ഞാൻ മാമിനോട് പറഞ്ഞു എനിക്ക് ലിങ്ക് അയച്ചു തരണം, ഫ്രീ ആവുന്ന സമയത്ത് ഞാനും കയറും. അപ്പം നമുക്കറിയാലോ ഞാനും ലിങ്കിൽ കയറി കഴിയുമ്പോൾ എന്താ പഠിപ്പിക്കുന്നത്, എങ്ങനെയാ എല്ലാ കാര്യവും നോക്കും. ഞാൻ രാത്രി കിടക്കുന്നത് വരെ ഹോംവർക്ക് പറ്റുന്ന പോലെ നമ്മളും എങ്ങനെയെങ്കിലും. എൻ്റെ പൊന്നു വീണ സീരിയൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ 5 മണിക്ക് എണീറ്റ് മേക്കപ്പ് ഇടണം, 7 മണിക്ക് വണ്ടി വരും, 7 മണിക്ക് പോയി കഴിഞ്ഞാൽ 9 to വരെ ആ ഒരു ഡ്രസ് ചേഞ്ച് ഉണ്ടല്ലോ, ബാക്കി എല്ലാം സഹിക്കാം. ഡ്രസ് ചേഞ്ച് ആണ് ഫുൾ. നമ്മൾ പോകുമ്പോഴേക്കും വിളിക്കാം ചേച്ചി ഷോർട്ട് റെഡി. അതെ, ഒന്ന് മാറിയിട്ട് വന്നപ്പോൾ പോരെ. അത്ര ഭയങ്കര ഹെക്ടിക്കാണ് സീരിയലിന് വർക്ക് എന്ന് പറയുന്നത്. അതിനിടയിൽ അതായത് ഞാൻ ചോദിച്ചത് ഇപ്പൊ ഈ 5 ദിവസമൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 10 to 15 days നമ്മൾ മാറി നിൽക്കണ്ടേ വീട്ടിൽ നിന്ന്? അപ്പൊ അതെങ്ങനെയാ ഇവളുടെ? അങ്ങനെ അത്രയും ദിവസം ഒന്നും എനിക്ക് അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ. മാക്സിമം ഒരു മാസത്തിൽ 10 ദിവസം ഒക്കെ. അപ്പൊ ഞാൻ കൂടത്തായി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൺമണി കൊറോണയുടെ സമയത്ത് LKG UKG കൊറോണ കൊണ്ടുപോയി. അപ്പൊ ഓൺലൈൻ ക്ലാസ് ആണല്ലോ. അപ്പൊ ഞാൻ മാമിനോട് പ്രത്യേകം പെർമിഷൻ എടുത്ത് ഞാൻ ഇതുപോലെ എനിക്ക് ലിങ്കിൽ ഞാനും കൂടെ കയറിക്കോട്ടേന്ന് ചോദിച്ചു. കാരണം ഭയങ്കര ടെൻഷൻ എനിക്ക്. കാരണം ഞാൻ ആദ്യമായിട്ട് വർക്കിന് പോകുന്നതാണ്. അപ്പൊ കൺമണി അത് പഠിക്കുവോ ശ്രദ്ധിക്കുവോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല, എനിക്ക് എല്ലാവരും അറിയാം. I know. How sweet of you. I don't know about you. എടാ എന്ത് നൈസ് ആൻസേഴ്സ് ഒക്കെയാണ് മണി നിന്റെ കയ്യിലുള്ള. അപ്പം മല്ലികാന്റിയാണ് എന്റെ ഓപ്പോസിറ്റ് മല്ലികാണ്ടി പൊന്ന് കൺമണി മിണ്ടാതിരിക്കാൻ ഒന്ന് പറഞ്ഞോട്ടെ. അല്ല, എന്നോട് ഫസ്റ്റ് പറഞ്ഞാലേ എനിക്ക് ബാക്കി പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞോളാം, എനിക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ ചാൻസ് ആടാ. പക്ഷെ ഇത് എന്റെ ഇന്റർവ്യൂ. കുറച്ച് നമുക്ക് അമ്മ എന്തൊക്കെയാ പറയണേന്ന് നോക്കാം. ഞാൻ ഈ ഇയർഫോൺ ഷോർട്ട് മറ്റേ അവര് പ്ലാൻ ചെയ്തു. അപ്പോഴേക്കും ഞാൻ വേഗം ഇയർഫോൺ എടുത്ത് നിൽക്കുന്നു. അപ്പം മല്ലികാന്റെ നേരെ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുക. അപ്പൊ എപ്പോഴും എനിക്കറിയാം ചിലവർക്ക് അതൊരു ഇറിറ്റേഷൻ പോലെ തോന്നും നമ്മൾ സീനിൽ നിൽക്കുമ്പോൾ. പക്ഷെ അത് ഊരിക്കഴിഞ്ഞാൽ നമുക്കറിയാം. പക്ഷേ ഇത് അപ്പം എന്താ ഇപ്പോഴും ഇങ്ങനെ ഫോണിൽ. അപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന വേറൊരു ആർട്ടിസ്റ്റ് ഇത് കാണുന്നുണ്ട്. അപ്പം അവരും മോൾ ഓൺലൈനിൽ. അപ്പം ഞാൻ പറഞ്ഞു ആൻറ്റി ഇങ്ങനെ ഓൺലൈൻ ആദ്യമായിട്ടല്ലേ ഇരിക്കുന്നത്, അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വർക്കിന് വരുന്നത്, അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്, അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കയറുന്നതാണ് കേട്ടോ, ഒന്നും വിചാരിക്കില്ലെന്ന് ഞാൻ അപ്പം പറഞ്ഞു. അല്ലെങ്കിൽ ഫുൾ ടൈം നമ്മളിങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് അവർ വിചാരിക്കുള്ളൂ. സത്യമാണ്. മാക്സിമം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റൂമിൽ വന്നാലും ഞാൻ എല്ലാ കാര്യങ്ങളും കൺമണിയുടെ ഹോംവർക്ക് അടക്കം എല്ലാം നോക്കി അമ്മയുടെ അടുത്ത് പറഞ്ഞ് ട്യൂഷൻ ടീച്ചറിൻ്റെ അടുത്തും പറഞ്ഞിട്ടാണ്. നമ്മളിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കും ദൈവമേ വർക്ക് ചെയ്യണം, നമുക്ക് എപ്പോഴും അതുണ്ട്, ഉള്ളിലുണ്ട് വർക്ക് ചെയ്യണം എന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കോള് വരുമ്പോഴേക്കും പെട്ടെന്ന് എന്താവും നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ. കാരണം ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് അടുത്തുണ്ട്. അപ്പൊ കൺമണിക്കും ഇങ്ങനെ ഞാൻ പറയേ കോള് വരുമ്പോഴേക്കും അമ്മ പോവാണോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്കും ഉള്ളിലൊരു വിഷമോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ നമ്മുടെ എല്ലാ സമയം പറയും, എനിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകണം. ഇപ്പം ആരെങ്കിലും എന്നെ ഒരു സാധനം വഴക്ക് പറഞ്ഞു, ഇപ്പം ഡാൻസ് ക്ലാസ്സിൽ വഴക്ക് പറഞ്ഞാലോ, ഇപ്പം അമ്മ വഴക്ക് പറഞ്ഞാലോ, അപ്പം എനിക്ക് തൊണ്ടവേദന എടുക്കും. അതെന്താ അങ്ങനെ? അത് എനിക്ക് മനസ്സിലാവുള്ള എന്തോ പുതിയ അസുഖം തോന്നണോ. ഇപ്പൊ എന്താണ് നമ്മളത് പറയണേ? അങ്ങനെ അല്ല, അത് കുഴപ്പമില്ല. അതുകൊണ്ട് ഡോക്ടറെ ഒന്ന് കാണണമെന്നോ അങ്ങനെയാണോ? ഇതെന്താ ഇങ്ങനെ അമ്മ വഴക്ക് പറയുമ്പോൾ ആരെങ്കിലും വഴക്ക് പറയുമ്പോൾ തൊണ്ടവേദന എടുക്കണേന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്ന് ഡോക്ടറെ പോയി കാണണോ അല്ലേ? അത് അമ്മേനോട് പറയുമ്പോൾ അമ്മ അത് കേൾക്കുന്നില്ലേ? അമ്മ കേൾക്കുന്നുണ്ടോ? ഇതെന്താ അസുഖം എനിക്ക് വരാത്ത എന്നാണ്. അപ്പോൾ സ്കൂളിൽ ഫീലിങ്സ് പറയുന്ന ഒരു മാം ഉണ്ട്. അപ്പോൾ അമ്മ ഇതെന്തിനാ ഇങ്ങനെ വരണേ? അപ്പോൾ പറയും ഇത് തന്നെ വരണതാ, ഇത് അസുഖമൊന്നും അല്ല,
അങ്ങനെയാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന്. അമ്മ പറഞ്ഞു ബാക്കി എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ഞാൻ ബാക്കി എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും കാണുന്നുമില്ല. അതിന് പറയുന്ന പേരെന്താണെന്നറിയോ? സ്ട്രെസ് വരുമ്പോഴാണ് നമുക്ക് ആ പെയിൻ വരുന്നത്. അപ്പം അമ്മയ്ക്ക് സ്ട്രെസ് നമ്മൾ അല്ലേ വീണ ചേച്ചി, ആ സ്ട്രെസ് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം. നമ്മളൊരു കാര്യം ഓക്കെ, വീണ ചേച്ചിനെ വഴക്ക് പറഞ്ഞിട്ടില്ലേ, വഴക്ക് പറഞ്ഞിട്ടില്ലേ, ടീച്ചേഴ്സ് വഴക്ക് പറഞ്ഞിട്ടില്ലേ, ഇപ്പോഴും പറയാറുണ്ട്. നമുക്കൊരു ഒരു പിടുത്തം വരും തൊണ്ടയില്. ഇതെന്താണ് വീണ ചേച്ചിനെ ഇന്റർവ്യൂ ചെയ്യേണ്ട, വീണ ചേച്ചി അമ്മേനെ ഇന്റർവ്യൂ ചെയ്യേണ്ടത്? ചേച്ചി ഞാൻ വേറെ അതുപോലെ ആലോചിച്ചിരുന്ന, അതായത് നമ്മൾ ഈ പ്രായമുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് ഇവള് ഭയങ്കര സ്മാർട്ടായിട്ട് ഓടി നടക്കുന്ന കുട്ടികൾ, അപ്പൊ നമുക്ക് ഈ നമ്മുടെ ഈ വോളില് പടം വരയ്ക്കാനും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള എനിക്ക് വോളിൽ പടം വരയ്ക്കുന്നുണ്ട്, എനിക്ക് അവിടെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിക്കണമെന്നുണ്ട്. ഉണ്ട് അല്ലേ? ഞാൻ പോട്ടെ. ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ആ കൊച്ചിന്റെ ആ സർഗാത്മകമായ ആഗ്രഹങ്ങളെ ചേച്ചി ഇങ്ങനെ മറ്റേ കടിഞ്ഞാണ്ടിടുന്നുണ്ടോ? ഉണ്ടോ 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 കൺമണി? ഞാൻ എത്ര പെയിന്റിംഗ് ബുക്ക് വാങ്ങിച്ചു? പെയിന്റിംഗ് ബുക്കല്ല, എനിക്ക് എൻ്റെ റൂമിൽ കിയാറാസ് റൂം എന്ന് എഴുതണമെന്നുണ്ട്. എഴുതിക്കോട്ടെ, വലുതാവുമ്പോ എഴുതിക്കോട്ടെ. വലുതാവുമ്പോ എൻ്റെ റൂം കിട്ടില്ല എനിക്ക്. എന്താ അങ്ങനെയാ. അങ്ങനെ അല്ല, ഇങ്ങനെയൊക്കെയുള്ള പടം വരയ്ക്കൽ, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ അവൾ എപ്പോഴെങ്കിലും ഒക്കെ അവിടെ വരച്ചു വെച്ചിട്ടോ എന്തെങ്കിലും പ്രാവശ്യം വരച്ചിട്ടുണ്ട് കുഞ്ഞായിരുന്നപ്പോ. ഒറ്റ പ്രാവശ്യമാണ് മറ്റേ ചുമരയിൽ വരച്ചിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ പറയുക വീണ, ഞാൻ ഞങ്ങൾ കുറച്ച് നാളെ ആയിട്ടുള്ള ഫ്ലാറ്റിലേക്ക് മാറിയിട്ട്, ആ ഫ്ലാറ്റിക്ക് ഞാൻ എന്തോ ഈ കൺമണീനെ ഞാൻ ആ സമയത്ത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്ര കാര്യമായിട്ടാണ് ഞാൻ ഓരോ മുക്കും മൂലയും ഞാൻ വീട് നോക്കിയിട്ടുള്ള ഹോം ടൂർ ഒക്കെ കണ്ടാ അറിയാം എന്തൊരു പെർഫെക്ഷൻ ആണെന്ന്. എനിക്ക് നമ്മള് രാത്രി ആകുമ്പോഴേക്കും ആരെങ്കിലും എന്റെ പുറത്ത് കയറിയിരുന്നൊന്ന് സജ് ചെയ്ത് തന്നാ. ഒന്നാമത് എനിക്ക് മെയ്ഡില്ല അവിടെ, അപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നു, കുക്കിംഗ് ഒറ്റയ്ക്ക് ചെയ്യുന്നു, കൺമണിയുടെ കാര്യങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഷൂട്ടിന് പോകുമ്പം അറിയാമല്ലോ എന്തോരം കോസ്റ്റ്യൂംസ് നമ്മൾ അറേഞ്ച് ചെയ്ത് അതിൻ്റെ ബ്ലൗസാക്കി എല്ലാം നമ്മൾ ചെയ്യുമ്പം ഈ സ്ട്രെസ് ഫുള്ള് നമുക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ ആ സമയത്ത് കയറിയ സമയത്ത് ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ പുറകെ നടക്കും, വരയ്ക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പം വരയ്ക്കാൻ പോകുമ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ട് കൺമണി. ചേച്ചിക്ക് എന്താ ചേച്ചി മകളെ കുറിച്ചുള്ള ഒരു വലിയ സ്വപ്നം എന്താണ്? ഇഷ്ടമുള്ള പോലെ പോട്ടെ. നമ്മളങ്ങനെ നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ എനിക്ക് ഇഷ്ടമാണ്. ചേപ്പി എനിക്ക് ഏട്ടനും ഇഷ്ടമാണ്, കൺമണിക്കും ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണല്ലോ ഇപ്പം നമുക്ക് ഇപ്പൊ വന്നില്ലെങ്കിൽ പോലും ഇതുപോലെയുള്ള എന്തോരം പ്ലാറ്റ്ഫോംസ് അവർക്ക് ഉള്ളത് അല്ലേ. അപ്പൊ അങ്ങനത്തെ ആ ഒരു ടാലന്റ് സിനിമ ചെയ്താൽ ഇത്രയും ആൾക്കാരിലേക്ക് എത്തുമോന്ന് എനിക്കറിയില്ല. ഈ 3 സിനിമയെക്കാളും വലിയൊരു അംഗീകാരമായിരുന്നു ഇന്ദു റെബേക്ക. കാർത്തികേയൻ സാർ മെസ്സേജ് അയച്ചു, അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. ഞാൻ രാത്രി ഉറങ്ങാൻ പോവായിരുന്നു, എന്നിട്ട് അമ്മയുടെ ഫേസ് ഫുള്ള് പറയൂ. അതെന്താടാ? അതെന്താ? ശിവകാർത്തികേയൻ സാറ് വെച്ചു വാവ് സോ ക്യൂട്ട് എന്ന്. എന്നിട്ട് അമ്മ വെച്ചു വിൽ യു സെൻഡ് ദിസ് ടു സായി പല്ലവി ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ എനിക്ക് നോക്കുന്ന എഴുതിയിരിക്കണേന്ന്. ഞാൻ പെട്ടെന്ന് നമ്മൾ ഈ മെസ്സേജിൽ നോക്കി കഴിഞ്ഞപ്പോൾ സാറ് മെസ്സേജ് അയച്ചേക്കുന്നു. അതൊക്കെ അദ്ദേഹം എത്രയോ ബിസി ആയിട്ടുള്ള ഒരു അല്ലേ, കാര്യമുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയക്കേണ്ട ഒരു കാര്യമേ ഇല്ല. അതങ്ങ് വിട്ടേക്കാലോ. അതൊക്കെ വലിയൊരു മനസ്സല്ലേ, അത് ഇവൾക്ക് കൊടുക്കുന്ന ഒരു വലിയ സപ്പോർട്ടാണ്. അപ്പൊ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ചോദിക്കും, താല്പര്യമുണ്ടോ, ഈ റീല് ചെയ്യാൻ പറ്റുമോ, ഇഷ്ടമാണോ എന്ന് ചോദിച്ച് പെർമിഷൻ മേടിച്ചിട്ടാണ് നമ്മളെല്ലാം ചെയ്തത്. എനിക്ക് ഇഷ്ടമാണ് കൺമണി ആക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പൊ അത് ഇഷ്ടമാണെങ്കിൽ അവള് ചെയ്യട്ടെ. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy.